മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. മണിപ്പൂരിലെ ജിരിബാമിലാണ് വ്യാപകാക്രമമുണ്ടായത്. പോലീസ് ഔട്ട്പോസ്റ്റും ഫോറസ്റ്റ് ബീറ്റ് ഓഫീസും റേഞ്ച് ഓഫീസിനും തീയിട്ടു. വിവരങ്ങളുമായി ജിൽബി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ജിൽബി, വീണ്ടും മണിപ്പൂർ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണോ? മനു, അത്തരത്തിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു. വീണ്ടും അവിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ തന്നെയാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ മണിപ്പൂരിലെ ജിരിബാം ജില്ലയിലാണ് വ്യാപക ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ സംഘർഷത്തിന് കാരണം കഴിഞ്ഞ ദിവസം മെയ്തൈ വിഭാഗത്തിലെ ഒരാളെ കഴുത്തറുത്ത് കൊന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ സംഘർഷം ഇപ്പോൾ അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. പോലീസ് ഔട്ട് പോസ്റ്റും ഫോറസ്റ്റ് ബീറ്റ് ഓഫീസും ഒക്കെ ഇപ്പോൾ തീയിട്ട് നശിപ്പിച്ചതായിട്ട് പോലീസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം നിരവധി വീടുകൾ കത്തി നശിപ്പിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. അത് ഏകദേശം 10ഓളം വീടുകൾ എന്നൊക്കെ പറയുമ്പോൾ പോലും അതിലൊരു വ്യക്തമായ കണക്കുകൾ ഇതുവരെയായിട്ടും ഇല്ല എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്തായാലും പുലർച്ചെ 12:30 ഇത്തരത്തിൽ ഈ പോലീസ് ഔട്ട് പോസ്റ്റുകൾ അക്രമി സംഘം അഗ്നിക്കിരയാക്കിയത്. അതുപോലെ തന്നെ ഈ മെയ്തൈ യുവാവിന്റെ കൊലപാതകത്തിന് ശേഷം മെയ്തൈ വിഭാഗത്തിലുള്ളവർ കുക്കി ഗ്രാമങ്ങൾക്ക് തീയിട്ടതായിട്ടുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സംഘർഷം വലിയ രീതിയിൽ അവിടെ ഈ ജിരിബാം ജില്ലയിൽ നടക്കുന്നുവെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ ഈ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സംഭവത്തെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ഗ്രാമവാസികളൊക്കെ അവിടുന്ന് മാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് അവിടെ ഇപ്പോൾ. തീർച്ചയായും മനു, അത്തരത്തിൽ സംഘർഷം വ്യാപിക്കുന്നു എന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ അവിടുന്ന് ലഭിക്കുന്നത്. കൂടുതൽ സുരക്ഷാ സേനയൊക്കെ അവിടെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും അക്രമത്തിനൊരു അല്ലെങ്കിൽ ഈ സംഘർഷത്തിനൊരു ശമനവുമില്ല. കാരണം ഇത്തരത്തിലൊരു യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ മെയ്തൈ വിഭാഗക്കാർ അവിടെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടത്തുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മനു, ശരി, ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിൽ വീണ്ടും കലാപ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ പോലീസ് ഹെഡ് പോസ്റ്റ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസോ ബീറ്റ് ഓഫീസൊക്കെ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്ന ഒരു മെയ്തൈ വിഭാഗത്തിൽപ്പെട്ട യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ സുരക്ഷാ സേനയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, മണിപ്പൂരിൽ എത്രയോ സുരക്ഷാ സേനയൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന കലാപം നടക്കുന്ന സമയത്തൊന്നും ഒരു കാര്യവും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തവണയും എന്താണ് സ്ഥിതിയെന്ന് ആശങ്കയോടെ കാത്തിരിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്.